ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 1 കിലോ വരുന്ന ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്, ഫുൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. ആദ്യം അതിന് വേണ്ടിയിട്ട് ബട്ടർസ്കോച്ചിൻ്റെ സോസും പ്രലൈനും ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സോസിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ അലിയിച്ചെടുക്കാൻ. വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ടത്, താനേ അലിഞ്ഞു വരും. നന്നായി അലിഞ്ഞതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പും. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇതും ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേണേ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ചിലപ്പോൾ ഇതുപോലെയുള്ള കട്ടകളായിട്ട് നിങ്ങൾക്ക് കാണും. ഒരു പേടിയും പേടിക്കേണ്ട, നന്നായിട്ട് ഇളക്കിയാൽ മതി. നല്ല സോസായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് പ്രലൈനിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര നേരത്തെ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക. ഇതും നന്നായി മെൽറ്റായതിന് ശേഷം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നട്ട്സാണ്. ഈ നട്ട്സ് ഞാൻ വറുത്തിട്ട് ക്രഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആൽമണ്ട്സോ കാഷ്യൂസോ ഏത് വേണേലും ഉപയോഗിക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു ഓയിൽ എന്തെങ്കിലും തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിക്കാൻ പോവാണ്. ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഓയിൽ തടവിയ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മളതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഓയിൽ തടവിയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് വളരെ ഫൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതാണ് പ്രലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് 2 കാര്യങ്ങളും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ സ്പഞ്ച് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് 3 പ്രാവശ്യം ഇടഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ 1 കിലോൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസാണ് ചേർക്കേണ്ടത്, അത് മറക്കണ്ട. അതുപോലെ 1/4 കപ്പ് തരിതരേനുള്ള പഞ്ചസാരയും ചേർത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നല്ലതുപോലെ അത് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ഫ്ലഫി ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ഒന്ന് സ്പീഡ് കുറയ്ക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പാർട്ടാക്കിയിട്ട് കുറേശ്ശെയായിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ച് എടുക്കുക. ഈ സമയത്ത് തന്നെ ഓവന് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പതുക്കെ യോജിപ്പിച്ചെടുത്താൽ മതി. നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമ്മളിത് ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, സ്ക്വയർ ഷേപ്പിലുള്ളത്. 8 ഇഞ്ചിൽ നമ്മളത് കറക്റ്റായിരിക്കും. അപ്പോൾ ബാറ്റർ മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാനെല്ലാം ആദ്യം റെഡിയാക്കി വെക്കണം. ഈ സമയത്തെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. നല്ല പോലെ ടാപ്പ് ചെയ്യുക. ബേക്കിംഗ് ടൈം ഒരു 40 to 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ നല്ല കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീമും കൂടെ ശരിയാക്കണം. ഒരു 1/4 കപ്പ് ക്രീമാണ് വേണ്ടത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, അത് ക്രീമിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, മധുരമില്ലാത്ത ക്രീമാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വിപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാം കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇത് 3 ലെയറായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ലെയർ
കേക്ക് നമ്മൾ ബോർഡിൽ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണമെങ്കിൽ അത് നിർബന്ധമാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് നനച്ചെടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ലെയർ അത്യാവശ്യം 1 ഇഞ്ച് തിക്നെസ്സിൽ നമ്മൾ ക്രീം അവിടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത് നീറ്റായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർസ്കോച്ചിൻ്റെ സോസ് അത്യാവശ്യം നല്ലപോലെ തന്നെ ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അത് ഒഴിച്ചതിന് ശേഷം അതൊന്ന് അതിലേക്കൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ചിലപ്പോൾ തിക്കായിട്ടുണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഡബിൾ ബോയിലിംഗ് വഴി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അതേപോലെ അതിൻ്റെ മുകളിൽ പ്രലൈന് ഒരു ലെയറായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ള പ്രലൈന് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഉള്ളിൽ നല്ല ഫൈനായിട്ടും പുറമേ കുറച്ച് ക്രഞ്ചിനെസ്സിലാണ് കൊടുക്കാറുള്ളത്. എന്താ വെച്ചാൽ കഴിക്കുമ്പം ചെറിയ കുട്ടികളൊക്കെ കഴിക്കുമ്പം അതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ ഇത് സെയിം റിപ്പീറ്റേഷൻ, രണ്ടാമത്തെ ലെയർ കേക്ക്, സോസ്, പ്രലൈന്, ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കുക. അതും നല്ലപോലെ ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കണം. കുറച്ച് ക്രീം വെച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് നമ്മൾ ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, ഒന്നൊന്ന് തണുക്കാൻ. ഇപ്പോൾ അരമണിക്കൂർ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ക്രീം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വളരെ നീറ്റാക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ടോപ്പാണ് ആദ്യം നീറ്റാക്കുക, അതിനുശേഷം നമ്മൾ സൈഡും നീറ്റാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്ന വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ നീറ്റാക്കി എടുത്തതിന് ശേഷം ഇനി അതിനുള്ള ഡെക്കറേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു റോസറ്റ് ഡെക്കറേഷൻ മൊത്തത്തിൽ 4 സൈഡിലും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ സെൻറ്റർ ഭാഗം മുഴുവനായിട്ടും ബട്ടർസ്കോച്ചിൻ്റെ സോസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് കാണാൻ. നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് സൈഡാണ്. അപ്പോൾ സൈഡിൽ ഞാൻ പ്രലൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രലൈന് മുഴുവനും ഈ സൈഡിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള പീസസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, നല്ല ഭംഗിയാണ് മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒരു ഓവർനൈറ്റ് തണുപ്പിച്ചെടുക്കണം. എന്നാലാണ് ആ സോസൊക്കെ നല്ല ഒന്ന് സെറ്റായിട്ട് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഏകദേശം 1 കിലോ 200 ഗ്രാം തൂക്കം വരുന്നുണ്ട്. നല്ല ഒരു കേക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്